ആ ഇനി അതെ മക്കളെ തന്നെ അടിക്കോ കേട്ടാ. അച്ഛനിപ്പോ വരാം. അമ്മ എവിടെ? രണ്ടെണ്ണം ഇവിടെ ഇരിക്കണേ, എങ്ങോട്ട് പോരുതേ. ഇതെന്തുപറ്റി? ആഹാ, സന്തോഷിക്കാനാ വരുന്നെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തെങ്കിലും മാറിയിരിക്കുന്നേ? റൈഡ് കയറി മടുത്തോ? വെറുതെ ഒന്നുമല്ല, എന്തോ കാര്യമുണ്ട്. വിഷ്ണുട്ടാ, നമ്മളാണ് പപ്പിയുടെ യഥാർത്ഥ അച്ഛനും അമ്മയെന്ന് അവള് എന്തെങ്കിലും അറിയില്ല. അവളതറിയുമ്പോ അവൾക്ക് അത് താങ്ങാനാവോ? എനിക്കറിയാം ശാലിനി അവളുടെ മനസ്സ്, പപ്പയുടെ മനസ്സ് അവളെ പറഞ്ഞ് ധരിപ്പിച്ചു വെച്ചിരിക്കുന്ന ശ്യാമയുടെ രോഹിത്തിന്റെ അടുത്താ. നമ്മൾ അവൾക്ക് വിഷ്ണു അച്ഛനും ചേച്ചിയമ്മയൊക്കെ, അവളുടെ സ്വന്തം അച്ഛനും അമ്മയല്ല. ഇനി അങ്ങനെ ആവാൻ പെട്ടെന്ന് സാധിക്കൂല. അന്ന് ഒരുപാട് പേരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ചെയ്തു വെച്ചൊരു കാര്യം ഇപ്പൊ നമുക്ക് വേണ്ടി മാത്രമുള്ള കണ്ണീരായി മാറി. വിഷ്ണുട്ടാ, ഇനി ഒരിക്കലും അവളെ നമുക്ക് മാത്രമായിട്ട് കിട്ടില്ല അല്ലേ? ശാലിനി നോക്ക്, നമുക്ക് തിരിച്ചു വേണം നമ്മുടെ മോളെ. പക്ഷെ അതിന് നമ്മൾ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. എന്നോട് ക്ഷമിക്കണം. നമ്മുടെ സ്വന്തം മോളുടെ മനസ്സിൽ അച്ഛന്റെയും അമ്മയുടെ സ്ഥാനത്ത് നമ്മളില്ലെന്ന് അറിഞ്ഞപ്പോ മനസ്സിൽ വല്ലാത്തൊരു നീറ്റല്. ഒരു പ്രയോജനമില്ലാത്ത തെറ്റ് ചെയ്തതെല്ലാം തെറ്റാണെന്ന് മനസ്സിലായി. വിഷ്ണുട്ടാ, ഈ തെറ്റുകളൊക്കെ ഞാൻ എങ്ങനെയാ വിഷ്ണുട്ടാ ശരിയാക്കി എടുക്കുക? കരയില്ലേ, ആൾക്കാരൊക്കെ ഉണ്ട്, കരയില്ലേ കേട്ടോ. അതുകൊണ്ടോ അവരിപ്പോ സന്തോഷത്തിലാ. സത്യെ പോലെ പപ്പയും സത്യങ്ങളൊക്കെ അറിയുമ്പോ അവൾ ഇതിലും സന്തോഷിക്കും. നമ്മുടെ ഈ സങ്കടങ്ങളൊക്കെ പോയി മറിയുകയും ചെയ്യും. പപ്പി, അവരെന്താ സംസാരിക്കുന്നേ? എനിക്കറിയില്ല. പക്ഷെ അതിനൊരു സമയമുണ്ട് ശാലിനി. അതുവരെ നമുക്ക് കാത്തിരിക്കാം, ഈ രഹസ്യം മനസ്സ് സൂക്ഷിച്ചുകൊണ്ട്.